കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 48 വർഷമാകുവാൻ പോകുന്നു. ഞാൻ പഞ്ചാബിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. ദൈവം വളരെ അത്ഭുതത്തോടും അനുഗ്രഹത്തോടും ദൈവത്തിൻ്റെ കൃപയോടും കൂടെ ഇതുവരെയും നടത്തി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1977 ഞാൻ പഞ്ചാബിലേക്ക് കടന്നു പോകുന്നത്. നല്ലൊരു യൗവനകാലത്ത് പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഏകദേശം ഈ 47 വർഷം കഴിയുന്നതോടുകൂടെ അടുത്ത വർഷം 48ാമത്തെ വർഷമാകും. ദൈവം വളരെ അനുഗ്രഹമായി നടത്തി. വിവാഹത്തിന് ശേഷം ഏകദേശം 1.5 മാസം തീർത്തും ആയില്ല. ആ സമയത്ത് എൻ്റെ ഭാര്യയെ ഞാൻ വീട്ടിൽ വിട്ടതിന് ശേഷം ഞാൻ കടന്നുപോയി പട്ടാങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം തീർത്തും ചെറിയൊരു പ്രസ്ഥാനമായിരുന്നു. അധികം ആളൊന്നുമില്ല, പാസ്റ്റേഴ്സ് ഇല്ല. ഒരു ചെറിയ ട്രെയിനിങ് സെൻ്ററുണ്ട് അവിടെ, പട്ടാങ്കോട്ട് എന്ന് പറയുന്നൊരു വാടകയ്ക്കുള്ള ട്രെയിനിങ് സെൻ്റർ. അവിടെ പോയി 13 സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിച്ച് 9 മാസത്തെ ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് ഫീൽഡിലേക്ക് പോകുന്നത്. ദൈവം എന്നോട് സംസാരിച്ചൊരു സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ഏകദേശം 20 വർഷത്തോളം കർത്താവിൻ്റെ വേല ചെയ്തു. ഞാൻ ചുരുക്കമായിട്ടാണ് പറയുന്നത്. അപ്പം വേല ചെയ്തു. ആരുമില്ലായിരുന്ന സ്ഥലത്ത്, ഒരു വിശ്വാസി പോലും, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലായിരുന്ന ആ സ്ഥലത്ത് ദൈവം എന്നോട് സംസാരിച്ചത് മുഖാന്തരമായി ആ സ്ഥലത്ത് ഞാൻ കടന്നുപോയി. പ്രവർത്തിച്ച് 20 വർഷത്തിനകത്ത് 18 ഗ്രാമങ്ങളിൽ സഭ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം വളരെ അത്ഭുതകരമായി അവിടെ വഴി നടത്തി. കഷ്ടതയായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, പട്ടിണി കിടന്നു ഒത്തിരി പല സമയങ്ങളിലും. എല്ലാ ആവശ്യങ്ങളും നടത്തുവാൻ വളരെയധികം കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി നടത്തി. സാക്ഷ്യം പറഞ്ഞാൽ എന്നെ വചനം പറയുവാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ദൈവം ഈ വചന മുഖാന്തരമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വിശ്വാസം, നികരത്തിലെ നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന്, ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ സുവിശേഷ വേലയും എന്ന് പറയുന്നത് എന്നും അനുഗ്രഹവും എന്നും സന്തോഷവും ആയിരിക്കയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ കഷ്ടതയും അതിനോടൊപ്പം തന്നെ സന്തോഷവും അതിനോടൊപ്പം തന്നെ ദുഃഖവും പ്രയാസവും എല്ലാം ഇടകലർന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പലരും അനുഗ്രഹം മാത്രമാണെന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ഇത് രണ്ടും ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിനെ അടുത്തറിയുവാൻ സാധിക്കുകയില്ല. എന്നും അനുഗ്രഹം തന്നെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. നാം ഇവിടെ കാണുന്നത് വിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ലുസ്ത്ര എന്ന് പറയുന്നൊരു സ്ഥലത്ത് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും അവർ രണ്ടുപേരും അവിടെ കടന്നു ചെന്ന് പൗലോസ് പ്രസംഗിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ പൗലോസിൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചിരിക്കുന്നത് പൗലോസിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പൗലോസ് അന്നേരം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 14-ാം അധ്യായം നാം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ മുടന്തനായിരിക്കുന്ന മനുഷ്യന് വിശ്വാസമുണ്ടെന്ന് പൗലോസിന് മനസ്സിലായപ്പോൾ
പൗലോസ് പറയുകയാണ്, നീ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുക. ആ സമയത്ത് തന്നെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ജനിച്ച ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നാം ഇവിടെ കാണുന്നത്, ഇത് കണ്ടു കഴിഞ്ഞ് അവിടെ കൂടി വന്നവർ എല്ലാവരും അവരുടെ ഭാഷയിൽ, പൗലോസ് പ്രധാന ഒരു പ്രാസംഗികനായതുകൊണ്ട് ഇന്ദ്രൻ എന്നും മറ്റേ ബർന്നബാസിന് എങ്ങനെയാ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. ലുക്കോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു, ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുഖ്യ പ്രസംഗനാകയാൽ അവന് ബുധൻ എന്നും. ഇന്ദ്രൻ, ബുധൻ, ഈ രണ്ട് പേര് അവരുടെ എന്താ പറയുന്നത്, ദേവതമാരുടെ പേര് ഈ പൗലോസിനും ബർന്നബാസിനും കൊടുത്ത് അവർ വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഭാഗം പറയുന്നത്. ആ സമയത്ത് ചിലരൊക്കെ പൂമാലകൾ കൊണ്ടുവന്ന് രണ്ടുപേരെയും അവരുടെ കഴുത്തിലിട്ട് അവരെ ആദരിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ദേവതമാരായി അംഗീകരിക്കുവാനും തുടങ്ങി എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. പൗലോസ് അവരെ വിലക്കി. ഞങ്ങൾക്ക് പൂമാലയുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ആദരവ് ആവശ്യമില്ല. അതാണ് അന്നത്തെ അപ്പോസ്തലന്മാർ പറഞ്ഞത്. ഇന്നങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മനുഷ്യർ ആദരവ് ആഗ്രഹിക്കുന്നു. സ്റ്റേജിലാണെങ്കിലും സ്റ്റേജിന് താഴെയാണെങ്കിലും എവിടെയാണെങ്കിലും ആദരവ് ആഗ്രഹിക്കുന്നു. എന്നാൽ പൗലോസും ബർന്നബാസും അങ്ങനെയല്ലായിരുന്നു. അവരെ വിലക്കിയെന്നാണ് കാണുന്നത്. അതിനുശേഷം അവർ ഇക്കോന്യയിൽ നിന്നും അന്താക്യയിൽ നിന്നും ചില യഹൂദന്മാർ കടന്നു വന്ന് ഈ ദേശത്ത് വന്ന് അവിടുത്തെയുള്ള ആൾക്കാരെ ഇളക്കി ഈ പൗലോസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരാദ്യം എന്താണ് ചെയ്തത്? പൂമാലയിട്ടു. അതിനുശേഷം അതേ മനുഷ്യർ തന്നെ പൗലോസിനെ കല്ലെറിയുവാൻ തുടങ്ങി. നമ്മളിത് ചിന്തിക്കണം. പലരും നമ്മളെ ആദരിക്കും, പലരും നമ്മളെ നല്ലെന്ന് പറയും. എന്നാൽ അവരിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനും വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കധികം നമ്മൾ ഉയർത്തുന്ന കർത്താവിനെ അല്ലാതെ, ദൈവത്തിന് സ്തോത്രം, നമുക്കൊന്നും അഭിമാനിക്കുവാനില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവാണ് നമ്മുടെ അഭിമാനം. നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കല്ലെറിഞ്ഞതിന് ശേഷം പൗലോസിനെ മരിച്ചവനായി അവർ മനസ്സിലാക്കി. പൗലോസൻ മരണപ്പെട്ടു എന്നവർ മനസ്സിലാക്കി. അവർ പട്ടണത്തിൽ നിന്നും അവനെ വലിച്ചിഴച്ച് വെളിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? പൗലോസ് ബോധമില്ലാതെ മരിച്ചവനെ പോലെ അവിടെ കിടന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും കടന്നു വന്ന് പൗലോസിന് ചുറ്റും നിന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാം എപ്പോഴാണ് നമ്മുടെ ഒരു സഹവിശ്വാസിയെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹപഠനെ, അല്ലെങ്കിൽ നമ്മളൊരു സുവിശേഷ വേലക്കാരനെ, അല്ലെങ്കിൽ എപ്പോഴാണ് അവരോട് കൂടെ നാം ആയിരിക്കേണ്ടത്? അവൻ്റെ കഷ്ടതയിലാണ്, അവൻ്റെ ദുഃഖത്തിലാണ്. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതില്ല എങ്കിലൊന്നുമില്ല. നമ്മൾ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഒരു സഹോദരൻ ദുഃഖത്തിലായിരിക്കുമ്പോൾ അവനോ അവളുടെയും നാല് പാടും നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പൗലോസ് എന്താണ് ചെയ്തത്, പൗലോസിന് എന്താണ് അത് ഫീൽ ചെയ്തത്. പൗലോസ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരെല്ലാവരും അടുത്ത് നിൽക്കുന്നു. അവൻ എഴുന്നേറ്റ് അവരോട് പറഞ്ഞ വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇതെല്ലാം ഉണ്ടായാലും, ദുഃഖം വന്നാലും, കഷ്ടത വന്നാലും, പ്രയാസങ്ങളുണ്ടായാലും നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ആരാണിത് പറയുന്നത്? അവൻ്റെ ശരീരത്തിൽ കൂടെ രക്തം ഒഴുകുന്നുണ്ട്. സ്തോത്രം. അവന് വളരെയധികം പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ചവനെ പോലെ ആയി തീർന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അവൻ്റെ സഹോദരന്മാരെ പൗലോസ് ബലപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള പല കഷ്ടങ്ങളിൽ കൂടെയും കടന്നു പോയിട്ടാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കിവിടെ കാണുവാൻ ഇതാണ്, അവൻ കഷ്ടതയിൽ അവൻ കരയുകയല്ലായിരുന്നു.
അവൻ നിലവിളിക്കുകയല്ലായിരുന്നു, പരാതി പറയുകയല്ലായിരുന്നു. അവനിത് അനുഭവിക്കുവാനുള്ള ദൈവകൃപ കർത്താവ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കഷ്ടതയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അവനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുവെന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ എൻ്റെ വേലയുടെ സമയത്ത് ആദ്യകാലങ്ങളിൽ ഞാനൊരു ഗ്രാമത്തിൽ ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ പ്രവർത്തിച്ചു. സൈക്കിളിലാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. ഏകദേശം 4 കിലോമീറ്റർ ദൂരെ പോകണം. ആ ഗ്രാമത്തിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചു. ഒരു ദിവസം എനിക്ക് ഒരു ആ ഗ്രാമത്തിൽ നിന്നൊരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞു, അവിടെ ഒരു സഹോദരൻ ആക്സിഡൻ്റ് ഉണ്ടായി, നട്ടെല്ലൊടിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്നു. ഞാനവിടെ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരു ചെറിയ വീട്, മണ്ണ് കൊണ്ടുള്ളൊരു വീട്. അന്ന് പഞ്ചാബിലെ ഗ്രാമക്കാരെല്ലാം വലിയ പണക്കാരൊന്നുമല്ല, ജീവിക്കുന്നു എന്നുള്ളത് മാത്രം. ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ക്രിസ്ത്യാനിയൊന്നുമല്ല, സിഖ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ആരോ വന്ന് എൻ്റെ പുറത്തിനിട്ട് ഒന്ന് അടിച്ചു. രണ്ടാമതൊരടി കിട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനാണ്. ചെറുപ്രായമുള്ള മനുഷ്യനാണ്, എന്നാലും ഒരു 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ളൊരു മനുഷ്യൻ, പഞ്ചാബി. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഊരിയിട്ട് എൻ്റെ പുറത്തിനിട്ടടിച്ചു. മൂന്നാമത്തെ അടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വെളിയിൽ നിന്ന് കണ്ടു. വേറൊരു മകനുണ്ട്, മൂത്ത മകൻ ഓടി വന്ന് തൻ്റെ പിതാവിനെ പിടിക്കുകയും എന്തിനാണ് ഇവനെ അടിക്കുന്നത്, എന്ത് ധൈര്യമാണ് ഇവനുണ്ടായത് നമ്മുടെ വീട്ടിൽ വന്ന് യേശുവിനെക്കുറിച്ച് അറിയുവാനും പ്രാർത്ഥിക്കുവാനും. ഇറക്കി വിടാൻ പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ ചാടിച്ച് ഇറക്കി വിട്ടു. ഒരിക്കലും ഈ വീട്ടിൽ കയറിയേക്കില്ല. ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി. തിരിച്ചു പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനിവിടെ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സഭയുണ്ടാകണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയി. വളരെ ദുഃഖമുണ്ടായി, എന്നാലും സന്തോഷമുണ്ടായി. തിരിച്ചു പോയി. അതിൻ്റെ അടുത്ത വർഷം ഞാൻ ഒരു കൺവെൻഷൻ നടത്തുവാൻ ആഗ്രഹിച്ചു. പൈസ ഒന്നുമില്ല, ഒരു പൈസയില്ല. വിശ്വാസത്താൽ അങ്ങ് ഇറങ്ങി. എന്ത് സംഭവിച്ചതെന്നറിയാവോ? അന്ന് പ്രസംഗിക്കാൻ വന്നത് പാസ്റ്റർ പി ഡി ജോൺസൺ, അസംബ്ലി ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടൻ്റായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു, പാസ്റ്റർ പി ജി വർഗീസ് ഉണ്ടായിരുന്നു. 2 പേരും പ്രസംഗിക്കാനായിട്ട് വന്നു. ഞങ്ങളോട് കൂടെ വാടക വീട്ടിൽ താമസിച്ച് 3 ദിവസം മീറ്റിംഗ് നടന്നു. 3-ാമത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനപ്പെടുവാനുള്ള സന്ദർഭം കൊടുത്തു. ദൈവനാമമഹത്വത്തിനായിട്ട് പറയട്ടെ, അന്ന് ആ കൺവെൻഷൻ മുഖാന്തരമായി 34 അക്രൈസ്തവർ യേശുവിനെ സ്വീകരിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്തു. എനിക്കത് വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കർത്താവിന് വേണ്ടി നാം സഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ തളരാതെ നാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാവട്ടെ. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ജീവചരിത്രം എനിക്ക് വളരെ 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 എന്നെ എൻകറേജ് ചെയ്ത ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, അപ്പോസ്തലനാണ് പൗലോസ്. അതാണ് എന്നെ ആ ദേശത്ത് നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. കഷ്ടതകൾ ഒത്തിരി വന്നു, പ്രയാസങ്ങൾ ഒത്തിരി വന്നു, വളരെയധികം തീച്ചുളയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒന്നുമില്ലായ്മയിൽ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുവാൻ ഇടയായിത്തീർന്നു. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നത് ആര്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ രക്തമൊഴുക്കി നമ്മളെ വീണ്ടെടുത്തതാണ്. അതുകൊണ്ട് നാമും അവന് വേണ്ടി എന്തെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ വരുത്തുകയാണെങ്കിൽ, എന്തെങ്കിലും ദുഃഖത്തിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ പിന്മാറിപ്പോകാതെ വണ്ണം നമ്മൾ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാർ? ദൈവത്തിന് സ്തോത്രം. അത് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ
ഇതൊന്നും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പഞ്ചാബിൻ്റെ പ്രദേശത്ത് വളരെയധികം പ്രയാസങ്ങളുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 84 മുതൽ ദൈവത്തിന് സ്തോത്രം ഏകദേശം 10 വർഷം ആ പ്രയാസങ്ങൾ അവിടെ ആ പഞ്ചാബിൽ നടന്നു. ആയിരക്കണക്കിന് ആൾക്കാർ വെടിയേറ്റ് മരിച്ചു, ബോംബ് പൊട്ടി മരിച്ചു, പല പ്രശ്നങ്ങളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പലരും എൻ്റെ വീട്ടിൽ നിന്നും കത്ത് വരാൻ തുടങ്ങി, എത്രയും വേഗം തിരിച്ചു വരിക എന്ന്. എന്നാൽ ഒരു ദർശനം മുഖാന്തരമായി ആ ദേശത്തേക്ക് കടന്നു പോയതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. മരിച്ചാൽ ഞങ്ങൾ ഇവിടെ മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും, ഞങ്ങൾക്ക് പ്രയാസമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ, ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ, 10,000-ത്തിലധികം ആൾക്കാർ ഈ 10 വർഷത്തിനകത്ത് വെടിയേറ്റ് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ, ഒറ്റ ക്രിസ്ത്യാനി പോലും വെടിയേറ്റ് മരിച്ചില്ല, ഒരപകടവും സംഭവിച്ചില്ല. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സാക്ഷ്യങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മുഖാമുഖമായി ഉഗ്രവാദികളെ കണ്ട സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭയമില്ലാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, ഈ കഷ്ടതയിൽ കൂടെ മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നുകൊണ്ട് ആ ദേശത്തെല്ലാം നിൽക്കുവാനിടയായി തീർന്നു. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, 19 വർഷത്തോളം 20ാമത്തെ വർഷത്തിലാണ് ഞാൻ ആദ്യമായി ശുശ്രൂഷിച്ച സ്ഥലത്തു നിന്നും എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടായി ഞാൻ പട്ടാങ്കോട്ടേക്ക് കടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 18 ഗ്രാമങ്ങളിൽ സഭ സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അനേകരെ ട്രെയിനിങ് ചെയ്ത്, പഞ്ചാബി ഭാഷയിൽ ട്രെയിനിങ് ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കി. ഞാനും എൻ്റെ ഭാര്യയും, എൻ്റെ ഭാര്യ തന്നെയാണ് ഈ 10, 13, 14 പേര് ഞങ്ങളോട് കൂടെ താമസിച്ച് പല 9 മാസം ട്രെയിനിങ്ങുകൾ നടത്തി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ് അവർക്കെല്ലാം ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർക്കെല്ലാം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു വേലക്കാരും ഇല്ലായിരുന്നു. എന്നാൽ ആ ദൈവത്തിന് വേണ്ടി കഷ്ടത എൻ്റെ ഭാര്യ അനുഭവിക്കുകയും ദൈവത്തിന് സ്തോത്രം ദുഃഖം അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഒറ്റയൊരു ആശ്വാസമാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ 3 മക്കളും 2 പെൺപിള്ളാരും എൻ്റെ മോനും എല്ലാവരും കർത്താവിൻ്റെ വേലയിൽ ഈ സമയത്തായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നും, ഇവിടെയുള്ള ഷിവ, അവളും ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഞാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്നും മിണ്ടിയില്ല. നീ എന്തുകൊണ്ട്, അവൾ ഇപ്പം നല്ലൊരു ടീച്ചറായിട്ട് അവൾ നല്ല ശമ്പളം മേടിച്ച് ജോലി ചെയ്യേണ്ടതാണ്. എന്നാൽ കർത്താവിന് വേണ്ടി വേലയ്ക്കിറങ്ങിയതുകൊണ്ട് അവർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എന്താണിത് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് കേരളത്തിൽ നിന്ന് ആരും കടന്നു വരുന്നില്ല. ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇന്ന് മലയാളികളെന്ന് പറയുവാൻ നോർത്ത് ഇന്ത്യയിൽ ആരും കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ആരും കടന്നു വരുന്നില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവത്തിന് ഇന്നും സുവിശേഷം അറിയാത്ത അനേക സ്ഥലങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഷ്ടതകളും പ്രയാസങ്ങളും വളരെയധികമുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാനും ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി വിശ്വസിക്കുവാൻ മാത്രമല്ല, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്, നിങ്ങൾ വിശ്വാസികളാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്താണ് നമ്മൾ കർത്താവിന് വേണ്ടി നാം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം എന്താണ് പറയുന്നത്, നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞങ്ങളോട് പറയട്ടെ, കർത്താവിന് വേണ്ടി നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു ടീമായിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ നോർത്ത് ഇന്ത്യയൊക്കെ വിസിറ്റ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ചെയ്യുന്നുണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ സന്തോഷം. നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കർത്താവിൻ്റെ ദൈവവേല എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കേരളത്തിൽ വന്ന ഞാൻ അങ്ങേയറ്റം പോലെ ഒരു ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച മാത്രമേ ഇവിടെ നിൽക്കത്തുള്ളൂ. അതിന് ശേഷം ഞാൻ തിരിച്ചു പോകും. കാരണം എനിക്കൊരു സഭയും കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞങ്ങളുടെ BCG എന്ന് പറയുന്ന വേർശിവ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ പൈതലെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും കടന്നു വന്ന് കർത്താവിൻ്റെ വേലയെ കണ്ടു മനസ്സിലാക്കാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം ഇന്നും ഞങ്ങൾ
നിങ്ങളെ വഴി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ വായിക്കുവാൻ ഒന്ന് വായിച്ചെന്നെ സഹായിക്കണം. 1 പത്രോസ് 4:12 വാക്യം. 1 പത്രോസ് 4:12 വാക്യത്തിൽ വിശുദ്ധനായിരിക്കുന്ന പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടിയെന്നോർത്ത് ശോധനയില്ലാതെ നമ്മൾ എന്താ പറയുന്നത്, അത് ഒരു സ്വർണം തട്ടാൻ തൻ്റെ തീയിൽ ഇട്ട് അതിനെ ഉരുക്കി അത് പുറത്തെടുക്കുമ്പോൾ അതിലുള്ള എല്ലാ അശുദ്ധിയും മാറിപ്പോകുന്നു. ഒരു കാര്യം ഓർക്കണം, ശോധനയിൽ നാം കടന്നു പോകുന്നത് എന്തിനാണ്? നമ്മളെ നല്ല ഒരു വ്യക്തിയായി, ഒരു ദൈവ പൈതലായി നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരിക്കലും അത് മറന്നു പോകല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അപൂർവ കാര്യം സംഭവിച്ചെന്നോർത്ത് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. നാം ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, പത്രോസിൻ്റെ ജീവിതം നമുക്കറിയാം, പൗലോസിൻ്റെ ജീവിതം നമുക്കറിയാം, ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതം നമുക്കറിയാം. ദൈവം നമ്മളെ ശോധനയിൽ കൂടെ കടത്തി വിടുമ്പോൾ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൂരിൽ താഴ്വര നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള താഴ്വര നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവസരത്തിൽ വളരെ കൂളായി മുൻപോട്ട് പോകുവാൻ, വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. ആ സമയത്ത് കരയുന്നവരല്ല, ആ സമയത്ത് വിഷമിക്കുന്നവരായിട്ടല്ല നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുവാനുണ്ട്, എൻ്റെ കർത്താവ് ഏത് സമയത്തും എപ്പോഴും എന്നോട് കൂടെ ഇരുന്ന് എന്നെ സഹായിക്കുന്ന ഒരു കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭാര്യ മരിച്ച് അവളുടെ ഡെഡ് ബോഡി ലുധിയാന CMC ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മോനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ പോയി ഡോക്ടർ പറഞ്ഞു, ആ ഭാര്യയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ കടന്നു ചെന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, കഴിഞ്ഞ 34 വർഷം ഈ പ്രിയപ്പെട്ടവൾ എന്നോട് കൂടെ പട്ടിണി സഹിച്ചു, ദുഃഖം അനുഭവിച്ചു. ഗ്രാമങ്ങൾ സൈക്കിളിൻ്റെ പുറകിലിരുന്നു കൊണ്ട് ഞങ്ങൾ പല ഗ്രാമങ്ങളിലും കടന്നുപോയി സുവിശേഷ വേല ചെയ്തു. എന്നാൽ ഈ സമയത്ത് അവളെ നീ വിളിച്ചുവെങ്കിൽ എനിക്ക് ഒരു പരാതിയും പറയുവാനില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ആരോ വന്ന് എൻ്റെ തോളിൽ കൈവച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. വീണ്ടും തോളിൽ കൈവച്ച് അമർത്തി, ആരുമില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ 3ാമത്തെ പ്രാവശ്യവും എൻ്റെ തോളിൽ കൈവച്ച് ശരിക്കും അമർത്തി. ഞാൻ തിരിഞ്ഞു നോക്കി, ഒരു മനുഷ്യരുമില്ല. എനിക്ക് മനസ്സിലായി, എൻ്റെ ദുഃഖത്തിൻ്റെ ഈ കൂരിൽ താഴ്വരയുടെ സമയത്ത് എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്നു. എനിക്കത് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, അവരോട് ചോദിച്ച്, അതിനുശേഷം ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് വന്നില്ല. എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം വിട്ടുപോയാലെന്താണ്? ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും നമ്മളെ വിട്ടുമാറും, എല്ലാവരും നമ്മളെ വിട്ടുപോകും. യേശു നമ്മളെ വിട്ടുപോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കഷ്ടത വന്നാലും ദുഃഖങ്ങൾ വന്നാലും പൗലോസ് ഇതാണ് പറയുന്നത്, അനേക കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, കഷ്ടതയും പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കേണ്ട സമയം വരുന്ന സമയത്തും നമുക്കൊരു സന്തോഷമുണ്ട്. നാം ആർക്ക് വേണ്ടിയാണ് അനുഭവിക്കുന്നത്? നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ 47 വർഷം വളരെ അത്ഭുതകരമായി ദൈവം ഞങ്ങളെ വഴി നടത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം ഒരിക്കലും എന്നെ, എൻ്റെ കുടുംബത്തെയും താഴ്ത്തിയില്ല. ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്കത് മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ആ ഓട്ടം സ്ഥിരതയോടെ ഓടി
ആ ഫിനിഷിംഗ് പോയിൻ്റ് വരെ ഓടിത്തീർക്കുവാൻ ദൈവം അമ്മയുമേ അതിനുള്ള ഭാഗ്യം നൽകണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ കടന്നു വന്നപ്പോൾ വളരെയധികം ദുഃഖമുണ്ടായി. പല ന്യൂസുകൾ കേട്ട് പല കാര്യങ്ങൾ അറിഞ്ഞ് പല പ്രയാസങ്ങളുണ്ടായി. ഞാൻ ദൈവത്തിനെ സ്തുതിച്ചു, കർത്താവേ, ഈ ദേശത്ത് നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇവിടെ എന്നെ ഉപയോഗിക്കാഞ്ഞതിൽ നിനക്ക് നന്ദി ഹൃദയത്തോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ പ്രവർത്തിക്കാൻ, പുതിയ ആത്മാക്കളെ കണ്ട് പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കുന്നു. എല്ലാ ആഴ്ചയിലും പുതിയ ആത്മാക്കൾ, എല്ലാ മാസത്തിലും പുതിയ ആത്മാക്കൾ, സ്നാനം, ഇതൊക്കെയും കണ്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനൊരു പ്രബോധനം പോലെ മാത്രമാണിത് പറഞ്ഞത്, പ്രസംഗമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മലയാളം എനിക്ക് പ്രസംഗിക്കാൻ ശരിക്കറിയത്തില്ല. നിങ്ങൾക്ക് കേട്ടപ്പോൾ അറിയത് സാഹിത്യമൊന്നുമില്ല. കേരളത്തിലെ പാസ്റ്റർമാർ സാഹിത്യം പറഞ്ഞ് പ്രസംഗിക്കുന്ന പോലെ നമുക്കൊരു സാഹിത്യമില്ല. എന്തെങ്കിലും പറയാൻ നേരിട്ട് പറയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏകദേശം 250ഓളം പേരുള്ള ഒരു സഭയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹമായ സഭയാണ്. ദൈവത്തിന് സ്തോത്രം. പലരും ആ സഭയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വർഗത്തിലും ചെല്ലുമ്പോൾ നല്ല ദാസനെ എന്നൊരു വിളി കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഒന്നും വേണ്ട. ദൈവത്തിന് ഈ ലോകത്തിൻ്റെ മാനവോ ഈ ലോകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ദാസനെ എന്ന് വിളിച്ച് ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് യെരൂശലേമിൻ്റെ തെരുവീതിയിൽ മരണപ്പെടുമ്പോൾ ആ സമയത്ത് അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കൈയും നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദർശനം അവൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അതുമാത്രം മതി. ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് നല്ലൊരു സ്വാഗതം സ്വർഗത്തിൽ കിട്ടണം. ദൈവത്തിന് സ്തോത്രം. അതല്ലാതെ നമുക്ക് ഈ ലോകത്തിലൊന്നും ആഗ്രഹിക്കുവാനില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഈ സമയത്ത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് 2 പെൺമക്കളാണ്. അവർ 2 ഒരാൾ ഡൽഹിക്കടുത്ത് അവർ കുടുംബമായി കർത്താവിൻ്റെ അവർ സ്വന്തമായൊരു മിനിസ്ട്രിയാണ് ചെയ്യുന്നു. ജോഷുവായെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ, അവനും മിനിസ്ട്രി ചെയ്യുന്നു. അവർ ഷിബായും ബിജു ഇവിടെ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നു. 3 പേരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്ത് ഞാൻ കൊടുക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തെ ഉയർത്തുവാൻ ദൈവമേ, നീ ഞങ്ങളെയും സഹായിച്ചുവല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നിങ്ങൾക്ക് കഷ്ടത വരുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ, യേശുവിനോടുള്ള സ്നേഹം ഒരിക്കലും കുറയല്ല. അവനോട് ഒന്നുകൂടെ അവനെ സ്നേഹിക്കുന്നവന് ആയിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവൻ 10,000 പേരുകളിൽ പരമസുന്ദരനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സൗന്ദര്യം നമ്മൾ ഏതു സമയത്തും നാം കാണുവാനും അവനെ ആരാധിപ്പാനും തൊക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിൽ ഈ സഭയെ വർദ്ധിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായത് തീരട്ടെ എന്ന് ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസന് വേണ്ടിയും കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും വചനത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.